Arduino നമുക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയി പഠിക്കാം എന്നുള്ള ഒരു ചാനലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ ഉടനടി ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാപ്പ് ഫംഗ്ഷൻ ആണ്. മാപ്പ് ഫംഗ്ഷൻ എന്താണ്, എന്തിന് യൂസ് ചെയ്യുന്നു, എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഷുഗർ, പഞ്ചസാര 1 കിലോയ്ക്ക് 50 രൂപയാണ് വയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ 500 ഗ്രാമിന് 25 രൂപ, 250 ഗ്രാമിന് 12 രൂപ, 5 കിലോയ്ക്ക് 250 രൂപ. ഇത് നമ്മൾ ഒരു കാൽക്കുലേഷൻ വെച്ചാണ് ചെയ്തത് അല്ലേ. എന്ന് വെച്ചാൽ 0 kg മുതൽ 5 kg വരെയാണ് ഷുഗറിന്റെ റേഞ്ച് എങ്കിൽ നമ്മുടെ വിലയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 മുതൽ 250 വരെയാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് റേഞ്ചാണ്. അപ്പോൾ 0 മുതൽ 5 വരെ ഷുഗർ, 0 മുതൽ 250 വരെയാണ് അതിന്റെ വില. യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വേണം ഔട്ട് വരാനായിട്ട്. ഓക്കെ, ഈ ഒരു അവസരത്തിൽ നമുക്ക് മാപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് 1 kg ഇപ്പൊ ഇത്ര നമ്മൾ നോക്കി. അപ്പൊ ഇതിൽ 3.5 kg എത്ര രൂപ ആകും എന്ന് നമുക്ക് നോക്കണം. അപ്പൊ അവിടെ ഒരു ഇക്വേഷൻ ആവശ്യമാണ്. ആ ഇക്വേഷന് പകരമാണ് നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 3.5 kg എത്രയാണ്, 2.752 kg എത്ര വേണം. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ഡെസിമലുള്ള വാല്യൂസും നോർമൽ വാല്യൂസും എല്ലാം നമ്മൾ വരുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഒരു റേഞ്ചിൽ നിന്ന് മറ്റേ റേഞ്ചിലേക്ക് നമ്മുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യുക, അതാണ് ഈ മാപ്പ് ചെയ്യുന്നത്. മാപ്പിന്റെ സിന്റാക്സ് ആണ് ഈ കാണുന്നത്. മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഫസ്റ്റ് വേരിയബിൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട വേരിയബിൾ. ഓക്കെ, അപ്പോൾ അടുത്തത് ആ ഫസ്റ്റ് നമ്മുടെ ഇപ്പൊ വേരിയബിൾ ഇരിക്കുന്ന റേഞ്ചിന്റെ ലോവസ്റ്റ് വാല്യൂ, സെക്കൻഡ് ആ റേഞ്ചിന്റെ ഹയസ്റ്റ് വാല്യൂ, തേർഡ് ഫൈനൽ ലോ എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ലാസ്റ്റ് ഫൈനലിൽ കിട്ടേണ്ട ആ റേഞ്ചിന്റെ ലോവസ്റ്റ് വാല്യൂ. ഫൈനൽ ഹൈ എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്ത് കിട്ടേണ്ട വാല്യൂവിന്റെ ഹയസ്റ്റ് വാല്യൂ. ഇങ്ങനെ ഒരു സിന്റാക്സ് കാണിച്ചിരിക്കുന്നതാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിപ്പോ ഒരു വെയിറ്റ് ഇൻറ്റ് എക്സ് എന്ന് എടുത്തു, അതാണ് നമ്മുടെ വേരിയബിള്. അപ്പൊ അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഫോർ എക്സാമ്പിൾ 3.5 kg എത്ര കോസ്റ്റ് ആവും എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റിജർ ഈക്വൽ ടു മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബ്രാക്കറ്റിനകത്ത് ഏത് വാല്യൂ ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ്. സപ്പോസ് 3.5 എക്സിലാണ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ആണ് വേരിയബിള്. നമ്മുടെ ലോവസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 0, ഹയസ്റ്റ് വെയിറ്റ് 5, ലോവസ്റ്റ് MRP എന്ന് പറയുന്നത് 0, ഹയസ്റ്റ് MRP എന്ന് പറയുന്നത് 250. സിമ്പിൾ ആണ്. 0, 5 അത് വെയിറ്റും, 0, 250 എന്ന് പറയുന്നത് വിലയും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോസ്റ്റിനകത്ത് എക്സിനകത്ത് ഏത് വാല്യൂ കൊടുത്താലും അതിന്റെ കറസ്പോണ്ടിങ് അത് മൾട്ടിപ്ലൈ എല്ലാം ചെയ്ത് കറസ്പോണ്ടിങ് വില നമുക്ക് കോസ്റ്റിനകത്ത്. ഈ ഒരു മാപ്പ് ഫംഗ്ഷൻ ഒരുപാട് യൂസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ADCയിലാണ്. നമ്മളിവിടെ ADC വാല്യൂവിൽ നിന്ന് വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ. ADCയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 1024 ആണ്. ഓക്കെ, നമ്മൾ നോർമലി ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വാല്യൂ ഇൻറ്റു 5 ഡിവൈഡ് ബൈ 1024 ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു കാൽക്കുലേഷൻ ആണ്, ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും ഓർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് മറ്റേ റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യേണ്ടത്.
വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ADC 0 ആണെങ്കിൽ 0 വോൾട്ടും 1024 ആണെങ്കിൽ 5 വോൾട്ട്. അപ്പൊ ഫസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് 0 1024, സെക്കൻഡ് റേഞ്ച് എന്ന് പറയുന്നത് 0 5 വോൾട്ട്. ഇതാണ് രണ്ട് റേഞ്ച്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫ്ലോട്ട് വാൽ എന്നും വോൾട്ട് എന്നും ഞാനൊരു രണ്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. വോൾട്ട് ഈക്വൽ ടു മാപ്പിന്റെ ബ്രാക്കറ്റിനകത്ത് വാലിലാണ് നമ്മൾ ADCയുടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ADCയുടെ വാല്യൂ കോമ 0 മുതൽ 1024 വരെ, അതാണ് നമ്മുടെ ADCയുടെ റേഞ്ച്. അതുകൊണ്ട് 0 കോമ 1024 കോമ വോൾട്ടേജ് റേഞ്ച് 0 ആയിരിക്കുമ്പോൾ വോൾട്ടേജ് റേഞ്ച് 0 ആയിരിക്കും, 1024 ആയിരിക്കുമ്പോൾ വോൾട്ടേജ് റേഞ്ച് 5 ആയിരിക്കും. അതുകൊണ്ട് 0, 5. അപ്പോൾ നമുക്കിനി ഇക്വേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മാപ്പ് ചെയ്താൽ മാത്രം മതി വോൾട്ടേജ് കണ്ടുപിടിക്കാൻ. സിമ്പിൾ അല്ലേ? നമ്മളിപ്പോൾ വാല് 512 ആണ് കിട്ടിയെന്ന് വെക്കുക, 512 കിട്ടി. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2.5 ആയിരിക്കും. 1024ന്റെ പകുതിയല്ലേ, അപ്പോൾ ഇത് കറസ്പോണ്ടിങ് വോൾട്ടേജ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഈ മാപ്പിന് ഒരുപാട് യൂസ് ഉണ്ട്. നമ്മളിനി പുതിയ പ്രോഗ്രാംസ് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് മാപ്പ് വരുമ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് മാപ്പിന്റെ ഫംഗ്ഷൻ. നമ്മളിനി വരുന്ന പ്രോഗ്രാംസിലെല്ലാം മാപ്പ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിനെ പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.